ഹായ് എല്ലാവർക്കും നമസ്കാരം. ഓന് സ്റ്റാൻഡ് റെഡിയാക്കൽ തുടങ്ങി. അങ്ങനെ നിന്നോട്ടെ. അപ്പോൾ റമളാനൊക്കെയാണ്. റമളാൻ മാസം കുറിയും തൊട്ടാണ് ഇവിടെ നടക്കുന്നത്. അനക്കില്ലെങ്കിലും എൻ്റെ ആപ്പാക്കില്ലേ? ഇവിടെ നോക്ക് ഒരു വീഡിയോൻ്റെ അകത്ത് പിടിച്ചിരുത്താൻ പെടുന്ന പെടാപ്പാട് എത്രയാണെന്നറിയോ? എല്ലാവരും ചോദിക്കും അരുണെവിടെ. 2 ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അരുണും ഞാനും തമ്മിൽ മൊയ് ചൊല്ലി എന്നുള്ള ഡയലോഗായിരിക്കും അടുത്തത്. നിന്നെ മൊയ് ചൊല്ലുവോ? അപ്പോൾ മൊയ് ചൊല്ലി എന്നുള്ള ഡയലോഗായിരിക്കും അടുത്തത് വരിക. അപ്പോൾ ഒന്ന് മൊയ് ചൊല്ലൂല്ലോ ഗൈസ്. 1 തലാക്ക് 2 തലാക്ക് 3 തലാക്ക് ഞാൻ നിന്നെ ചൊല്ലി. എന്തേലും പറയാശാനേ. എന്തെന്നാ പറയണ്ടേ ഗായ്സ്? ഞാൻ ഇവിടെ ഞാനെവിടെ പോയിരുന്നില്ല. ഇന്ന് ലീവാണ്. കൈക്ക് സുഖമില്ലാത്ത 2-3 ദിവസം ലീവ് എടുത്താണ്. കൈക്ക് തലവേദന ചെയ്യുന്നേ. കൈക്ക് തലവേദന ആയിട്ടാണ്. അപ്പോൾ നോമ്പെടുക്കുന്നാണ് പറഞ്ഞത് ഈ വർഷം. ആ നോമ്പ് ഒലിക്കുന്ന ദിവസം ഇവന്റെ ഡേ മൈ ലൈഫ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവനൊരു ഡേ എങ്ങനെയാണ് ഫോണും അല്ലെ ഇവിടെയുള്ള ലീവുള്ള ദിവസം നോമ്പെടുക്കണം. പോടോ അടുന്ന് നോമ്പ് ഒറ്റ ചെറുതിനോട് വെള്ളം എടുത്തു കൊടുക്കാൻ പറയാ. അങ്ങനല്ല കേട്ടോ, സംഭവം ചെറുതാന്ന് പറയുന്നത്. ഓൻ അത്ര വലിയ ചെറുതൊന്നല്ല. ഓൻ അത്ര നല്ല വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. ഈ ഹോട്ടലില് പണിയെടുക്കുന്ന മുസ്ലിംസിലൊക്കെ നോമ്പ് നോക്കുന്നുണ്ട്. ഒരു ഫുഡ് ഇവിടെ കൊടുക്കുന്നില്ലേ? അതുപോലെ അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. 5 വയസ്സായ ചെറുതാണല്ലേ ഹോട്ടലിൽ ഉണ്ടാവുള്ളൂ. ഒരു ഒന്നും അറിയാത്തൊരു പാവം മോനെ കൊന്നത് ഈ 5 വയസ്സുള്ളവരാ. അത് ഇവനെ വെച്ച് അല്ല കമ്പയർ ചെയ്തല്ല, വയസ്സ് പറഞ്ഞ വയസ്സിന്റെ ഇത് വയസ്സ് കാര്യല്ലാന്ന് പറഞ്ഞതാ. അത് ഇതും കമ്പയർ ചെയ്തല്ല. അല്ലേ തന്നെ ഓന് സമയം നോക്കിയാണ് നിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കൂടിയാ അതിന്റെ ഉള്ളിൽ ശരിക്കും TV കാണാൻ പാടില്ല. ചെറുത്താമ്പട്ടി എന്നാ പറയാ. പിന്നെ പിള്ളേര് മദ്രസ പോവാത്തേ കൊണ്ട് ഈ മാതിരിത്തെ സംഭവങ്ങളൊന്നും അറിയില്ല കേട്ടോ. TVക്ക് ചെറുത്താമ്പട്ടി എന്നാണ് പറയാന്നുള്ളതൊന്നും പിള്ളേര് മദ്രസ പോവാത്തേം കൊണ്ട് അറിയില്ല. എന്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ എല്ലാ ദിവസവും വീട്ടിൽ സീരിയൽ വെക്കും. പക്ഷെ റമളാൻ മാസം 30 ദിവസവും TV പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. അത് തുറക്കാൻ കൊന്നാലും സമ്മതിക്കൂല. നിനക്ക് കേൾക്കണം, നമ്മളെ മുനീർ കാക്ക ഉണ്ടല്ലോ, എന്റെ അമ്മായിന്റെ മോനാട്ടോ മുനീർ കാക്ക എന്ന് പറയുന്നത്. മുനീർ കാക്കനെ ഞാനൊരു ദിവസം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. ഓന്റെ പഴയ കഥകൾ നമുക്ക് പറഞ്ഞു കേൾക്കാം. കാരണം അടുത്ത വീട്ടില് TV കാണാൻ പോയിട്ട് ചാച്ച ചെറുത്താമ്പട്ടിയാന്നും പറഞ്ഞ് മട്ടലെടുത്ത് തല്ലിയൊരു ചരിത്രമുണ്ട്. അത്രമേൽ ചെറുത്താമ്പട്ടിയാണിത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ പിള്ളേർ മദ്രസ പോയിട്ടില്ല കേട്ടോ. മോന് 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. നമ്മൾക്ക് ഉസ്താദിന്റെ പീഡനം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓനിപ്പോൾ കേൾക്കാൻ തോന്നുന്നു, ആദ്യമായിട്ട് കേൾക്കാൻ തോന്നുന്നു ഇത് ചെറുത്താമ്പട്ടിയാണ് എന്നുള്ളത്. ആ ചെറുത്താമ്പട്ടിയിലേക്ക് നോക്കാണ്ട് ഈ ചെറുത്താമ്പട്ടിയിലേക്ക് നോക്കി ഇവിടെ നോക്ക്. ഓൻ ആ ചെറുത്താമ്പട്ടിയിലേക്കാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കാണും കേട്ടോ. ഒരു ആൾക്കാരൊക്കെ TV കാണും. ഈ നോമ്പ് എടുക്കുന്നത് കൊണ്ട് TV കാണാൻ പാടില്ല എന്നുള്ളത് ആര് പറഞ്ഞതാ? അത് നമ്മളെ കിതാബ് മറ്റേ ഇതിലുണ്ടോ. അങ്ങനെയല്ലോ, ഞാൻ ജാതി മതമൊന്നും പറയല്ല. ഈ നോമ്പ് എന്ന് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം ശബരിമലയിൽ പോകുമ്പോ നിങ്ങൾ ഇറച്ചിയോ മീനോ കൂട്ടലുണ്ടോ? എന്തുകൊണ്ട് കൂട്ടലില്ല? അതേപോലെ തന്നെയാണ് അന്യ പുരുഷന്മാരെ അന്യ സ്ത്രീകളെയും കാണാൻ പാടില്ല. കാരണം ഈ നോമ്പുള്ള ആൾക്കാരൊന്നും എവിടെയും പോയല്ല, ബസ്സിൽ യാത്ര ചെയ്യാൻ പോയല്ല. അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും മതത്തിനെ പറ്റി പറഞ്ഞില്ല. നമ്മളും നോമ്പ് എടുക്കലുണ്ട്, എന്റെ അച്ഛൻ നോമ്പ് എടുക്കലുണ്ട്. ഈ നോമ്പുള്ള ആൾക്കാർ അന്യമത സ്ത്രീകളെ കാണാൻ പാടില്ല. ഇവരൊന്നും പുറത്തൊന്നും പോവില്ല നോമ്പുള്ള സമയത്ത്. അപ്പൊ കാണൂല, കണ്ണടച്ചാ പോവാ. അതൊന്നും ഒരിക്കലും ഒരു നിയമോ അല്ലെങ്കിൽ ഒരു ഇതുമല്ല. അത് എയറിൽ കയറുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക്. ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ. ഇതൊക്കെ തലമുറയിലായിട്ട് കൊണ്ടുവന്ന ഒരു ആചാരങ്ങൾ മാത്രമാണ്.
എന്നാ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന്. എന്നാ പിന്നെ നോൻപ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ലേ? ദൈവം ഒന്നാണെങ്കിൽ എന്തിനീ കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഓരോരോ അമ്പലത്തിൽ പോകുന്ന എല്ലാ നാട്ടിലും ഒറ്റ അമ്പലം പോലെ? ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. അതാ ഞാൻ പറഞ്ഞു, വിശ്വാസമാണ് ഇത് എന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജാതിയും മതവും പറഞ്ഞതല്ല, എല്ലാവരും വിശ്വാസമാണിത്. കാരണം ടി വി കാണാൻ പാടില്ല എന്നുള്ളത് ഒരാളെ വിശ്വാസം. ടി വി കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. ഈ അമ്പലത്തിൽ പോകുമ്പോൾ വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും അമ്പലത്തിൽ പോലുണ്ടോ? ഇല്ല. പക്ഷെ വെള്ളം അടിച്ച് അമ്പലത്തിൽ പോകുന്ന അമ്പലമുണ്ട്. എന്നെ കൊണ്ട് എയറിൽ കയറാനാവൂല. അല്ല, ഇതൊന്നും എയറിൽ കയറുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. നോമ്പ് സമയത്ത് അന്യമതസ്ഥ സ്ത്രീകളെ കാണാൻ പാടില്ല. കാരണം ഇതൊക്കെ ഹറാമായിട്ടുള്ള സംഭവം. അതാ ഞാൻ ചോദിച്ചത്, ഈ നോമ്പുള്ള സമയത്ത് ആരും പുറത്തൊന്നും പോകല്ലേ ചോദിച്ചാൽ. ഈ പറഞ്ഞ TV എന്റെ കുട്ടിക്കാലത്തൊക്കെ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. കല്യാണത്തിന്റെ അന്ന് ഫോട്ടോ പറ്റും, വീഡിയോ ഉണ്ട്. നിക്കാഹ് ചെയ്യാണ്ട് ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ചരിത്രം വരെ ഉണ്ട്. അങ്ങനത്തെ ഇപ്പോഴത്തെ ഉസ്താദുമാർക്ക് യൂട്യൂബ് ചാനൽ വരെ ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ എന്നൊക്കെ അവര് തന്നെ പറയുന്നുണ്ട്. അതൊന്നും മാമുക്കോയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഫോട്ടോ എടുക്കൽ ഹറാമായിരുന്നു. അപ്പോൾ പിന്നെ പാസ്പോർട്ടിൻ്റെ അകത്ത് ഫോട്ടോ നിർബന്ധമാക്കിയപ്പോൾ അത് ഹലാലായി മാറി. അതേപോലെയാണ് സംഭവം. ഈ ഹറാം എന്താ ഹലാൽ എന്താ നിയമം എന്തെന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഗൈസ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല, ഞാനൊരു പറഞ്ഞിട്ടുണ്ടായി, എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്നവർക്ക് മാത്രം ഭയങ്കര മതേതരത്വം, അല്ലാത്തവർക്ക് ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ നരകത്തിലെ തീക്കൊള്ളി എന്ന് പറഞ്ഞപ്പോൾ അതിനെ കമൻ്റ് ഇടാൻ എന്തോരം മനുഷ്യന്മാരായിന്നറിയോ? അപ്പൊ ഇതിൻ്റെതായ എന്തൊക്കെ കമന്റുകൾ വരുമെന്നറിയോ? കമന്റ് വന്നോട്ടെ, ഞാൻ തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞാല് സഞ്ജുമോൻ TV കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാ. കാരണം ഈ നോമ്പുള്ള സമയത്ത് അന്യമത സ്ത്രീകളെ കാണാൻ പാടില്ല. അപ്പൊ ഞാൻ കാഷ്വലായിട്ട് ചോദിച്ചതാ, കാരണം ഇവരാരും പുറത്തൊന്നും പോകുന്നില്ലേ. അല്ല, ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാല് തൂക്കി കയറി വെടി വെക്കല്ല, പറയട്ടെ. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇവരാരും പുറത്ത് പോവാറില്ലേന്നാ ചോദിച്ചത്. അപ്പൊ മോളെന്താ പറഞ്ഞേ? ശരിക്കും ഒരു സ്ത്രീ പുറത്ത് പോകുമ്പോ കണ്ണ് മാത്രമേ, സ്ത്രീ അല്ല, ഈ അന്നമത സ്ത്രീകള് പുറത്തു പോകുമ്പോ ഇവര് കണ്ണ് മാത്രമേ കാണിക്കൂ. ഈ അന്നമത സ്ത്രീ എന്ന് പറഞ്ഞാല് ഹിന്ദുക്കളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹിന്ദുക്കളൊക്കെ കണ്ണടച്ച് പുറത്ത്. അപ്പൊ ഈ നോമ്പുള്ള ആൾക്കാര് കാണൂലേ ഞാൻ ചോദിച്ചത്. അപ്പൊ അല്ല, ഞാനിതൊക്കെ അല്ല ഞാനൊക്കെ ഇതൊക്കെ അല്ല ഞാൻ എല്ലാവരോടും എല്ലാ കൂട്ടുകാരോടും സഹോദരന്മാരോടും ഒക്കെ പറയാണ്. നമ്മളിപ്പോ പറഞ്ഞ ഏത് അങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല ഇങ്ങനെ മദ്രസ പോയാലും മദ്രസ പോയിട്ടില്ലെങ്കിലും അല്ല ഞാൻ പറഞ്ഞത് തെറ്റൂല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോമ്പിന്റെ സമയത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് പിന്നെ എല്ലാവരും എന്തിനാണ് മറ്റേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്നത്? അതിലെന്താ അർത്ഥമുള്ളത്? വേറൊരു കാര്യമുണ്ട്, അങ്ങനെ പറയുന്ന പകുതി മുക്കാൽ ആൾക്കാരുടെയും ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അവർക്ക് മതം മാത്രമാണ് വലുത്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കു, ഏത് ആ മോൻ മരിച്ചതിനെ കൊണ്ട് പാവം ആ ചെക്കന്മാര് അറിയാണ്ട് പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞ് സ്വന്തം കുടുംബത്തിലേക്ക് വന്നാലേ എല്ലാവർക്കും മനസ്സിലാവും. എന്നാ പിന്നെ ഈ ഒരു ജാതി ഒരു മതം ദൈവം എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ ജീവിക്കും? പക്ഷെ നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ശരീരത്തിലൂടെ ഓടുന്ന ചോരന്റെ കളർ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നായിന്റെയും പൂച്ചന്റെയും കോയിന്റെയും ശരീരത്തിലൂടെ ഒക്കെ കാണാക്കാണ്. ഞാൻ പറഞ്ഞേ നാല് മനുഷ്യന്മാരെ സ്നേഹിക്കുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതലാണ് നായിക. ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. ഏതൊരു മനുഷ്യന്റെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിന്റെയും ചോര നോക്കുകയാണെങ്കിൽ റെഡ് കളറാണ് എന്ന് പറയുമ്പോൾ നായിന്റെയും പൂച്ചന്റെയും കോയിന്റെയും ഈ ഇത് നോക്കുക, ബ്ലഡ് ഗ്രൂപ്പ് നോക്കുക വെച്ചാൽ റെഡ് കളറിനാ. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഏത് പറയാൻ കാരണം എന്തുകൊണ്ടാ? അതൊക്കെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ജാതി അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ വ്യത്യാസം കാണിക്കുന്നതാണ്. നായി മുറിഞ്ഞാലും ചോര തന്നെ അവര്, പൂച്ച മുറിഞ്ഞാലും ഇതേ റെഡ് കളർ. അതെന്തുകൊണ്ടാ? ആ സൃഷ്ടിച്ചത് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് തെറ്റ് എനിക്ക് തോന്നിക്കില്ല. ഇനിയിപ്പോ അതിന്റെ മുകളിൽ എയർ കയറ്റാണ് എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ന്യായാണ്, നമുക്കുണ്ട്. പണ്ടുണ്ടായിരുന്നു ഈ ഐറ്റം കാണിക്കാന്ന്, അതായത് മേൽജാതിക്കാര് കീഴ് ജാതിക്കാരാ അടുത്തൂടി പോകുമ്പോഴേക്ക് കുളിക്കണം താക്കണം നോക്കാം. ഇപ്പൊ നോക്കൊരു കുഴപ്പമില്ല. ശരിക്കും നമ്മളൊക്കെ ഒരു കൂടപ്പിറപ്പുമായി എന്താ പറയുക ഒറ്റക്കെട്ടായിട്ട് നിന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത നാടല്ലേ നമ്മുടേത്. ഇവിടെ അസൂയയും കുശുമ്പും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് നടക്കുക. എന്തിനാണ് ഇതൊക്കെ? അല്ല, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്തിനാണ് മതം പറഞ്ഞു കളിക്കുന്നത്? ഏതൊരു മനുഷ്യനും
മുറിഞ്ഞാൽ ചോര കളർ ഒന്നല്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്താ വെച്ചാല് അങ്ങനെയാണെങ്കിൽ പൂച്ച, നായി, പട്ടി, പിന്നെ എന്ത് കോരങ്ങിന് സഹിതം മുറിഞ്ഞാൽ ചുവപ്പ് കളർ. ഈ പണ്ട് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ രൂപമായിട്ട് വീണ്ടും ജനിച്ചു വരുന്നു. അത് ഞങ്ങൾക്കറിയില്ല. നമ്മൾ മരണാനന്തര ജീവിതം അങ്ങ് സ്വർഗത്തില് ഹൂറികളുടെ കൂടെ മദ്യപ്പുഴകൾ, പാലൊഴുകുന്ന പുഴകൾ, ഒരു പഴം പറിച്ചാൽ 4 പഴം അവിടെ വരുന്ന ആ ഒരു സ്വർഗത്തിലേക്കാണ് ഞാൻ. നീ നരകത്ത് പോ, നീ സണ്ണി ലിയോന്റെ കൂടെ നരകത്തില്. എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നമ്മള് പോട്ടെ. ബാക്കിയുള്ള കഥകൾ ഇവള് പറഞ്ഞു. എനിക്ക് കുറെ പരിപാടി ഉണ്ട്. ഓരെ പിടിച്ച് നിർത്തിയതാണ് ഗൈസ്. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു വീഡിയോ എടുത്ത് പോയി എന്നെ കാണാൻ എല്ലാരും ചോദിക്കാറുണ്ട്. അങ്ങനാണ് വീഡിയോ എടുത്ത്. ഏതായാലും 1.5 വീഡിയോ ആയിപ്പോയി. അഭിപ്രായം ഏറിൽ കേട്ടാണല്ലോ എല്ലാവരും രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, ടാറ്റാ.